അമ്മ പനീന്റെ മരുന്നെടുത്ത് കഴിക്കട്ടോ. ആ അമ്മേ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ആയതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കിടക്കാം. 2 ദിവസമായി സ്കൂളിൽ പോയിട്ട് നല്ല പനിയാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പനീന്റെ മരുന്ന എനിക്ക് നല്ല ക്ഷീണുണ്ട്. എക്സൈസിലെ സാറ് ഒരു ദിവസം ബോധവൽക്കരണ ക്ലാസ്സിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നു. പനി ആയതുകൊണ്ട് എനിക്ക് ഒരു കൂടെ പോകാൻ പറ്റുമോ? ആ, ഞാനും ഇവിടെ എത്തിട്ടോ. ഈ വീട്ടിലിപ്പോ അദ്ദേഹത്തിന്റെ മോനും കുടുംബാണുള്ളത്. നമ്മൾ വായിച്ച ബഷീർ കഥകളിലെ മാവും മാംഗോസ്റ്റീനും അതൊക്കെ ഇപ്പോഴും കാണാൻ എന്ത് രസാ. എനിക്കും കൂട്ടുകാർക്കും അതെല്ലാം സാറ് വളരെ കൃത്യമായിട്ട് എന്നെ പറഞ്ഞു തന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങള്. എന്ത് രസായന ഇപ്പൊ ഞങ്ങളെ കൂടെ വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നെങ്കില്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുറി. ഇവിടെ എന്തൊക്കെയാ, ചാരുകസേര, പാട്ടുപെട്ടി, കണ്ണട, ഛായാചിത്രം, അവാർഡുകള്, പിന്നെ പാത്തുമ്മയുടെ ആടിന്റെ വെങ്കലത്തിൽ തീർത്തൊരു ചിത്രം. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ സുൽത്താൻ ഇവിടെ എവിടെയൊക്കെയോ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കഥകൾ. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമുക്കെല്ലാം നമ്മുടെ സുൽത്താന്റെ കഥകൾ എത്ര പെട്ടെന്നാ മനസ്സിലാവുന്നത്. അമ്മ